ഫ്രണ്ട്സ്, ലണ്ടൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കാംബർസാൻഡ് ബീച്ചിലേക്കാണ്. ഈസ്റ്റ് ഇംഗ്ലണ്ടിലുള്ള സസെക്സ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മനോഹരമായ ബീച്ചാണ് കാംബർസാൻഡ്സ്. ഇപ്പം ഞാനുള്ളത് നാഷണൽ റെയിൽ ട്രെയിനിലാണ്. സ്ട്രാറ്റ്ഫോർഡേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്ട്രാറ്റ്ഫോർഡ് സ്റ്റേഷൻ. ഇവിടെ നിന്നും നമുക്ക് സ്ട്രാറ്റ്ഫോർഡ് ഇൻ്റർനാഷണൽ സ്റ്റേഷനിൽ പോയിട്ട് വേണം കാംബർസാൻഡ്സിലേക്കുള്ള ട്രെയിനിൽ കയറാനായിട്ട്. ഇതാണ് സ്ട്രാറ്റ്ഫോർഡ് ഇൻ്റർനാഷണൽ സ്റ്റേഷൻ. നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ടിക്കറ്റൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ആദ്യം തന്നെ ഓൺലൈനായിട്ട് എടുത്തിട്ടുണ്ട്. ആ നമ്പർ നമുക്ക് ഇവിടെ കാണുന്ന ടിക്കറ്റ് മെഷീനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ്സ് പ്രിൻ്റ് ആയിട്ട് മൊത്തം നമുക്ക് പോയി തിരിച്ച് വരാനായിട്ട് 4 ട്രെയിനിൽ കയറാനുണ്ട്. അപ്പോൾ അതിനായിട്ട് തന്നെ 4 ടിക്കറ്റ്സും നിമിഷം പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ ടിക്കറ്റുകൾ നമ്മൾ ഈ എൻട്രൻസിലുള്ള മെഷീനിലിട്ട് കഴിഞ്ഞാൽ ഈ ഗേറ്റ് ഓപ്പൺ ആയി കിട്ടും. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞങ്ങൾ ഇട്ടിട്ട് ഇത് ഓപ്പൺ ആകുന്നില്ല. അങ്ങനെ ഇവിടുത്തെ സെക്യൂരിറ്റി അത് കണ്ട് ഞങ്ങൾക്ക് ഗേറ്റ് ഓപ്പൺ ആക്കി തന്നു. ഈ സ്റ്റേഷൻ്റെ എൻട്രൻസ് നല്ല ഹൈറ്റിലാണുള്ളത്. നമുക്ക് പോകേണ്ട പ്ലാറ്റ്ഫോമിലേക്ക് ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങിയാൽ മാത്രമേ എത്തൂ. നാട്ടിലെ പോലെയൊക്കെ തന്നെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പല ട്രാക്കുകളുണ്ട്. ഇത് സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞാൽ 2 ട്രാക്കായിട്ട് മാറും. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 3 നമുക്ക് പോകേണ്ട ട്രെയിന് ആഷ്ഫോർഡ് ഇൻ്റർനാഷണലിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 2 മണി ആയിട്ടുണ്ട്. ഇന്നത്തെ യാത്രയ്ക്ക് നമുക്ക് പോയി തിരിച്ച് വരാനായിട്ട് ട്രെയിൻ ടിക്കറ്റിനായത് 30 പൗണ്ടാണ്. ഏകദേശം നാട്ടിലൊരു 3500 രൂപ. ഈ ട്രെയിനിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടുത്തെ ട്രെയിൻ കാണാൻ. എല്ലാം ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ട്രെയിനുകളാണ്. എല്ലാ ട്രെയിനുകൾക്കും ഓട്ടോമാറ്റിക് ഡോറുണ്ട്. അതേപോലെ ഒരു ബുള്ളറ്റ് ട്രെയിൻ സ്റ്റൈലിലാണ് ട്രെയിനിൻ്റെ സ്ട്രക്ചർ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സീറ്റുകളാണ്. അതും പല സീറ്റുകൾക്കിടയിലും നമുക്ക് ടേബിളുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മുന്നിലത്തെ സീറ്റിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ ടേബിൾ നിർത്തി വെക്കാൻ പറ്റും. പല ആളുകളും സൈക്കിള്, അവരെ പെറ്റ്സ് ഒക്കെ ഈ ട്രെയിനിനുള്ളിൽ കയറ്റുന്നുണ്ട്. ഈ സൈക്കിളൊക്കെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. അവർ ഈ ട്രെയിനിൽ സൈക്കിൾ കൊണ്ടുപോകും. അവിടുന്ന് ആ സൈക്കിൾ എടുത്തിട്ട് യാത്ര ചെയ്യും. ഒരു കോച്ചിൽ നിന്ന് അടുത്ത കോച്ചിലേക്ക് പോകാൻ നമ്മൾ ഓരോ ഡോറിനെ സ്വിച്ച് പ്രസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്നപ്പോൾ ഈ സീറ്റിലാണ് ഇരിക്കുന്നത്. ട്രെയിന് അതിവേഗമാണ് സഞ്ചരിക്കുന്നത്. പുറത്തേക്ക് നോക്കിയാൽ ഇവിടുത്തെ മൊത്തത്തിലൊരു ഭൂപ്രകൃതി നമുക്ക് കാണാം. കൂടുതലും വാഹനങ്ങൾ സൂക്ഷിക്കുന്ന യാർഡുകളും ഫാക്ടറികളുമാണ്. നമ്മൾ അധികം വൈകാണ്ട് തന്നെ ആഷ്ഫോർഡ് ഇൻ്റർനാഷണൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വേണം റായ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള അടുത്ത ട്രെയിനിൽ കയറാൻ. നമ്മൾ വന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇനി അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. ലണ്ടനിലൊക്കെ ഉള്ള പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം. ടണലുണ്ട്. ടണൽ വഴി ഒരുപാട് സ്റ്റെപ്പുകൾ താഴോട്ട് ഇറങ്ങി അതിൻ്റെ ഉള്ളിലുള്ള സബ്വേ ഉണ്ട്. അതുവഴി നടന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ. ഇവിടെ ഒന്നെങ്കിൽ സ്റ്റെപ്പ് കയറാം, അല്ലെങ്കിൽ ലിഫ്റ്റ് യൂസ് ചെയ്യാം. ഇതാണ് ആഷ്ഫോർഡ് ഇൻ്റർനാഷണൽ റെയിൽവേ സ്റ്റേഷനിലെ 2 പ്ലാറ്റ്ഫോമുകൾ. നാട്ടിലെ പോലെ തന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഒഴിവായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മളെ നാട് പോലെ തന്നെയാണ്. അതുപോലത്തെ ട്രാക്കുകളും സൗകര്യങ്ങളും ഒക്കെ. ഇതാണ് നമ്മൾ റായിലേക്ക് പോകുന്ന, റായ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് പോകുന്ന അടുത്ത ട്രെയിൻ. ഈ കാണുന്ന കുട്ടികളൊക്കെ പല നാട്ടിൽ നിന്ന് വരുന്നവരാണ്. കൂടുതലും ഇതേപോലെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ വരുന്ന ആളുകളാണ് ഈ ട്രെയിനിലുള്ളത്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയും. നമ്മൾ ആദ്യത്തെ ട്രെയിനിൽ സിറ്റി വലിയ തോതിൽ വിട്ടിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ ട്രെയിനിൽ വന്ന സമയത്ത് മുന്നോട്ട് പോകും. പ്രകൃതി നല്ല ഭംഗിയാണ്. അവിടുത്തെ ഏതോ ഒരു സ്റ്റേഷനാണ് കാണുന്നത് നമ്മൾ പോകുന്നതിൻ്റെ ഇടയിലല്ല. ഈ സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതലും പ്രകൃതി മാത്രം. ഇത് കണ്ടോ, നമ്മൾ ഈ മഴവില്ല ആകാശത്തിലല്ലേ കണ്ട്. പക്ഷെ ഇവിടെ എന്തൊരു പ്രത്യേകതരം പുല്ലുകളും
അവിടുത്തെ എന്തൊരു കൃഷിസ്ഥലമാണെന്ന് തോന്നുന്നു. ആ ഫീൽഡൊക്കെ പല കളറായിട്ട് അവർ സെറ്റ് ചെയ്ത്. നമ്മളിത് കണ്ട് നോക്കിയിരുന്നു പോകും. എന്ത് ഭംഗിയാണെന്നറിയും. ഞാൻ കൂടുതലും ലണ്ടൻ സിറ്റിയിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് ഈ ഔട്ടർ ലണ്ടനിലേക്ക് അധികം പോകാറില്ല. പക്ഷെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ നാടിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുക. എനിക്ക് തോന്നുന്നത് ഏതൊരു ഹാർവസ്റ്റിംഗ് കഴിഞ്ഞതാണെന്ന്, ഏതൊരു കൃഷി കഴിഞ്ഞിട്ട് അവർ ഹാർവസ്റ്റ് ചെയ്ത ഫീൽഡാണത്. നമ്മളങ്ങനെ റായ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ശരിക്കും അറിയുന്നുണ്ട് ഇവിടുത്തെ ഭൂപ്രകൃതി മാറിയത്. ഈ കാണുന്ന കുട്ടികളൊക്കെ തുർക്കി പോലത്തെ രാജ്യത്തുള്ള ആളുകളാണ്. അവരെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഇതാ ഒരുപാട് ആളുകൾ ട്രെയിനിലേക്ക് കയറാൻ വരുന്നുണ്ട്. ഈസ്റ്റ് സസക്സിലുള്ള ഒരു സ്റ്റേഷനാണ് റായ് സ്റ്റേഷൻ. ഭയങ്കര ക്വയറ്റാണ് ഇവിടെ. ആളുകളൊക്കെ വളരെ കുറവാണ്. 1851 ആരംഭിച്ച സ്റ്റേഷനാണ്. ഇവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വെയിറ്റിംഗ് റൂമായിട്ട് ഒരു ഹീറ്റഡ് റൂമുണ്ട്. തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ നല്ല ചൂടായിരിക്കും ആ റൂമിൽ. അത് ഈ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്റ്റേഷൻ്റെ പുറംഭാഗത്ത് നിറയെ ടാക്സികളുണ്ട്. അതുപോലെ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം. ഭയങ്കര പഴയ ബിൽഡിങ്ങുകളാണ്. എനിക്കൊന്ന് 100 കണക്കിന് വർഷം മുമ്പുള്ള ചെറിയൊരു വില്ലേജ് പോലത്തെ സ്ഥലമാണ്. ഇവിടെ എന്താ ചെറിയ കുഞ്ഞു കുഞ്ഞു പബ്ബുകൾ, ബാറ്, അതുപോലെ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലങ്ങൾ. നമ്മൾ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ. ലണ്ടനിലെ പോലെയല്ല. ഒരു ബസ് കഴിഞ്ഞാൽ അടുത്ത ബസ് വരണമെങ്കിൽ ഏകദേശം അരമണിക്കൂറിലധികം സമയമെടുക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയം നോക്കിയില്ലെങ്കിൽ നമ്മളെല്ലാ പ്ലാനും തെറ്റിപ്പോവും. ഇത് ഏകദേശം റായ് ടൗണിലേക്ക് എത്തി നമ്മൾ. ഈ കാണുന്ന സിങ്ക് പോർട്ട്സ് ഇത് ഇവിടുത്തെ ഒരു പബ്ബാണ്. നാട്ടിലെ ടൗണ് അല്ലെങ്കിൽ ലണ്ടനിലെ ടൗൺ എന്ന് പറഞ്ഞാൽ നിറയെ ആൾക്കാരുണ്ടാവും. ഇവിടെയൊന്നും സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. കൂടുതലും പുറത്ത് കാണുന്ന ഈ കാറുകളാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനുകളും ബസ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് കാറില്ലെങ്കിൽ ഔട്ടർ ലണ്ടനിൽ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പഴയ നാടാണെങ്കിലും സൂപ്പർ കാറൊക്കെയാണ് പോകുന്നത്. പിന്നെ മറ്റ് പഴയ കാറുകളാണ് കൂടുതലും ഉള്ളത്. ഇത് ഇവിടുത്തെ റായ് ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. ഇനി കാമ്പർസാൻസിലേക്ക് പോകാനുള്ള ബസ് വരാൻ ഏകദേശം 15 മിനിറ്റ് എടുക്കും. അത്രയും സമയം ഈ ടൗണിൽ കൂടെ നമുക്ക് നടന്ന് സ്ഥലങ്ങളൊക്കെ കാണാം. ഈ വരുന്നതാണ് ഇവിടുത്തെ ബസ്. ലണ്ടനിലൊക്കെ ഉള്ള പോലെ തന്നെ ഡബിൾ ഡക്കർ ബസ്സാണ്. സ്റ്റേജ് കോച്ച് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവിടുത്തെ ബസ് സർവീസൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. ലണ്ടൻ ബസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഡിഡക്റ്റ് ആവും. ടിക്കറ്റ് ഒന്നും കിട്ടൂല. പക്ഷെ ഇവിടെ നമുക്ക് ഇതേപോലെ ടിക്കറ്റ് കിട്ടും. ഒരാൾക്ക് റായ് സ്റ്റേഷനിൽ നിന്ന് കാമ്പർസാൻസിലേക്ക് 3 പൗണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് കൂടി 6 പൗണ്ട്. നാട്ടിലൊരു 720 രൂപ വരും ടിക്കറ്റിന്. ബസ് കയറിയിട്ട് ആദ്യം തന്നെ മുകളിലത്തെ നിലയിലേക്കാണ് പോയത്. അതാകുമ്പോൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ബാക്കിൽ തന്നെ ഞങ്ങൾ രണ്ടാളും സീറ്റ് ഉറപ്പിച്ച് യാത്ര തുടങ്ങുകയാണ്. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. പിന്നെ ഒരുപാട് വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ പറ്റും. ടൗണിൽ കൂടെ ബസ് വളരെ മെല്ലെയാണ് പോകുന്നത്. ഇനി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ വലത്തുഭാഗത്ത് കാണുന്നതാണ് ഇവിടുത്തെ എന്തോ ഒരു കാർണിവൽ. നമ്മളെ നാട്ടിലൊക്കെ അല്ലേ ആറാട്ട്, ചന്ത എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് റൈഡുകളും കളിസാമാനങ്ങളൊക്കെയാണുള്ളത്. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഒരു റിവറുണ്ട്. ഈ വെള്ളം കൃഷി ആവശ്യത്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കാണാം കനാലുകൾ ചെറിയ ചെറിയ തോടുകളാക്കി തിരിച്ചിട്ട് കൃഷിഭൂമിയിലേക്ക് ഒഴുകുന്നുണ്ട്. ഓരോ ബിൽഡിങ്ങുകളും ഭയങ്കര വ്യത്യസ്തമാണ്. അതും ഓരോ ബിൽഡിങ്ങുകൾക്കും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇൻഡിവിജ്വൽ വീടുകളാണ്. വീടിന് മുന്നിൽ പോർച്ച്, മുറ്റം, അവർക്ക് കൃഷിസ്ഥലം. നമ്മളെ നാട്ടിലെ പോലെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്.
അത് തന്നെ ഒരു നില വീടുകൾ, 2 നില വീടുകൾ, ഒരുപാട് ഫ്ലാറ്റുകൾ പോലെ ഒരുമിച്ചുള്ള ബിൽഡിങ്ങുകളൊക്കെ. ചെറിയൊരു ടൗണും വീടുകളും കഴിഞ്ഞാൽ പിന്നെ കണ്ണെത്താ ദൂരത്തോളം കൃഷിഭൂമിയാണ്. ഇവിടെ കാണാൻ ട്രാക്ടറും ഹാർവെസ്റ്റിംഗ് മെഷീനൊക്കെ പോയതിന് ശേഷം പുല്ലൊക്കെ വെട്ടിയെടുത്തു കഴിഞ്ഞതാണ്. ഇനി അടുത്ത കൃഷിക്ക് വേണ്ടി അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ഈ ഹൊറർ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ നാടാണ്. അത് വളരെ പഴയ ബിൽഡിങ്ങുകളും അങ്ങനത്തെ മരങ്ങളും കൃഷിഭൂമിയൊക്കെ. ഈ കാണുന്നതൊക്കെയാണ് പാസ്ചർ, പാഡോക്ക് എന്നൊക്കെ പറയും. അതായത് ഈ ലാമ്പ് ഗ്രേസിങ് ഫീൽഡുകൾ. ചെമ്മരിയാടുകൾ അവിടുത്തെ സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുക. അതായത് അതിൻ്റെയൊക്കെ ഓണർമാർ ചെമ്മരിയാടുകളെ മേയാൻ വേണ്ടി വിട്ടതാണ്. അവ ഈ കാണുന്ന പുല്ലുകളും കുറ്റിച്ചെടികളൊക്കെ കഴിച്ച് അങ്ങനെ വിഹരിച്ച് നടക്കും. പ്രത്യേകിച്ച് ആട്ടിടമയന്മാരെയൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഈ പാസ്ചർ ഫീൽഡിൻ്റെ ബാക്കിലായിട്ട് ദൂരെ നമുക്ക് ഒരുപാട് വിൻഡ് മില്ലുകൾ കാണാം. ഈ കാറ്റാടിപ്പാടമല്ലേ, നമ്മുടെ നാട്ടിൽ ഈ കൂടുതലും പാലക്കാട് ഭാഗം, അങ്ങോട്ട് തമിഴ്നാട് സൈഡോ കാണുന്നത്. ഇവിടെ ഇതേപോലെ ഈ കടപ്പുറം സൈഡായതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല കാറ്റുണ്ട്. ദൂരെയായിട്ട് ഒരുപാട് വിൻഡ് മില്ലുകളുണ്ട്. അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ കൂടുമ്പോഴാണ് ബസ്സുള്ളത്. എന്നാലും യാത്രക്കാർ വളരെ കുറവാണ്. അപ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളമാണ് ഇവിടേക്ക് വരുന്ന ഒരാളുകളുടെ എണ്ണവും എത്രത്തോളം റിമോട്ടാണ് ഈ ഏരിയ. ഓരോ ആടുകൾ മേയുന്ന ഫീൽഡിനും വേലികളുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഓരോ കർഷകരുടെ ആയിരിക്കും. ഇവിടേക്ക് എത്തുമ്പോൾ വീടുകളുടെ സ്റ്റൈലൊക്കെ മെല്ലെ മെല്ലെ മാറി വരുന്നുണ്ട്. നമ്മളിതാ ഇവിടുത്തെ മറ്റൊരു ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ആളുകൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഡ്രൈവർ ബസ് നിർത്തി കൊടുത്താണ്. എന്തൊരു ഭംഗിയായി ഈ സ്ഥലം കാണാൻ. റോഡ് സൈഡാണെങ്കിലും അനാവശ്യമായിട്ടുള്ള പുല്ലുകളൊന്നുമില്ല. ഉള്ള കുറ്റിച്ചെടികളും മരങ്ങളും ഒക്കെ നല്ല രീതിയിൽ വെട്ടി ഒതുക്കി പച്ചപ്പൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കൗൺസിലും ഗവൺമെൻറ്റും ഈ പ്രദേശത്തെ മനോഹരമായിട്ട് വെക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം പച്ചപ്പും വയലുകൾ പോലത്തെ സ്ഥലമാണ് കണ്ടതെങ്കിൽ ഇങ്ങോട്ടെത്തുമ്പോൾ ചെറിയ രീതിയിൽ മണൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഈ പച്ചപ്പുല്ലിൻ്റെ ഒക്കെ അടിഭാഗത്തായിട്ട് വൻതോതിലുള്ള മണൽ ശേഖരമുണ്ട്. ഏകദേശം അരമണിക്കൂർ യാത്ര ഉണ്ട് റായ് സ്റ്റേഷനിൽ നിന്ന് കാമ്പർസാൻഡ്സിലേക്ക്. നമ്മളങ്ങനെ കാമ്പർസാൻഡ് ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ ബസ് ഈ സ്റ്റോപ്പിന് ശേഷവും ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇവിടെ ഇറങ്ങിയിട്ട് ബീച്ചിലേക്ക് നടക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ പ്രദേശം കൂടുതൽ കാണാൻ പറ്റും. ഇന്നൊരു ഞായറാഴ്ചയായിട്ടാണ് ഇത്രയെങ്കിലും ആളുകൾ ബസ്സിലുള്ളത്. അവർ 3 പൗണ്ട് ചാർജ് ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ബസ് ഇവിടെ മുതലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കുറച്ച് ആളുകളെ ഇവിടെ താമസിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ബീച്ചുള്ളത് കൊണ്ട് മാത്രമാണ് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആകാശം നല്ല കറുത്തിരുണ്ട് വന്നിട്ടുണ്ട്. ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ഉത്സാഹവും കെട്ടുപോകും. അതേപോലെ തന്നെ ഇവിടെ കാണാൻ നല്ല കാറ്റുമുണ്ട്. കടപ്പുറത്തെ കാറ്റായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും തോന്നുന്നുണ്ട്. എന്തായാലും ഏകദേശം ഒരു 4-4:15 ആയപ്പോഴത്തേക്ക് നമ്മൾ കാമ്പർസാൻഡ്സിൽ എത്തിയിട്ടുണ്ട്. ഈ വഴിയാണ് ബീച്ചിലേക്ക് പോകേണ്ടത്. പോകുന്നതിൻ്റെ ഇരുവശത്തുമായിട്ട് വിവിധ തരം വീടുകളാണുള്ളത്. അതും എല്ലാം 1 നില വീടുകളാക്കും. നമ്മളിപ്പോൾ വന്നപ്പോൾ കണ്ടതൊക്കെ കൂടുതലും 2 നില വീടുകളാണ്. നല്ല മണലുള്ള സ്ഥലമാണ്. UK ഒരുപാട് ബീച്ചുകളുണ്ട്. ഞാൻ മുമ്പ് വെസ്റ്റിബിൾ എന്ന് പറഞ്ഞ ബീച്ചിൽ പോയ സമയത്ത് ഭയങ്കര കല്ലുകളും ചളിക്കെട്ടുമാണ്. പക്ഷെ ഇവിടെ നാട്ടിലെ പോലെ തന്നെ മണൽ കാണാൻ പറ്റുന്നുണ്ട് പോകുന്ന വഴി. ഇത് കണ്ടോ, ഈ റോഡിലൊക്കെ ഫുള്ളായിട്ട് മണലാണ്. ഇപ്പം നമ്മൾ നടന്നു വന്നത് റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടെയാണ്. വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയും കാണാൻ അടുത്ത ഭാഗത്തായിട്ട് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. ഇനി അങ്ങോട്ടൊക്കെ ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഒരുപാട് കടകളുണ്ട്. നാട്ടിലെ പോലെ തന്നെ ബീച്ച് എത്തിക്കഴിഞ്ഞാലേ ഐസ്ക്രീമിൻ്റെ
ഷോപ്പുകൾ, കൂൾ ബാറുകൾ, പിന്നെ അതുപോലെ ഈ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയുള്ള ട്യൂബ്, വെറൈറ്റി ആയിട്ടുള്ള ക്യാപ്പുകൾ, നമ്മൾ വെള്ളത്തിൽ കളിക്കുമ്പോൾ ചെവിയിൽ വെള്ളം കയറാണ്ടിരിക്കാനുള്ള അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കൂടുതലും ഈ സർഫിംഗ് ബോർഡൊക്കെയാണ്. ഇവിടെ ഈ പാരച്യൂട്ട് കണക്ട് ചെയ്തിട്ടുള്ള സർഫിംഗ് ഉണ്ട് കടലിൽ, അതിന് വേണ്ടിയുള്ള ആക്സറീസ് ആണത്. ഇതാണ് കാമ്പർ സാൻഡ്സ് ബീച്ചിലെ കാർ പാർക്കിംഗ്. ഒരുപാട് കാറുകളുണ്ട്. ആളുകൾ കടലിൽ കുളിക്കാൻ വേണ്ടിയിട്ടും ബീച്ചിൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. കടലിൻ്റെ അടുത്തേക്ക് എത്തും തോറും ഭയങ്കര ശക്തിയുള്ള ഞാൻ വിചാരിച്ച എൻ്റെ തൊപ്പി പറന്നു പോയിന്ന്. ഭാഗ്യത്തിന് പെട്ടെന്ന് കിട്ടിയിട്ടോ. ഇവിടെ പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് ബീച്ചിൽ ഇറങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കണമെന്ന്. അതായത് വളരെ പെട്ടെന്ന് ശക്തിയുള്ള തിരമാലകൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മറ്റു രാജ്യത്തൊക്കെ പോയാലും അല്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് പോയാലും നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ കുളങ്ങൾ, അതേപോലെ ബീച്ച്. നമ്മൾ അവിടെ ജനിച്ചു വളർന്ന ആളാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രദേശത്തെ പറ്റി അറിയൂ. ഇല്ലെങ്കിൽ നമ്മൾ അറിയാത്ത രീതിയിലുള്ള ചുഴികളും വലിയ കുഴിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും സേഫ്റ്റി ഫസ്റ്റ്. ഇതാണ് നമ്മൾ കാത്തിരുന്ന കാമ്പർ സാൻഡ്സ് ബീച്ച്. എന്ത് രസമാണെന്നറിയാം ഇവിടെ കാണാൻ. ഒരു പ്രത്യേക തരം മണലുള്ള ബീച്ചാണിത്. നമ്മൾ ചവിട്ടുമ്പോൾ ശരിക്ക് ഈ പൗഡറിലൊക്കെ നമ്മൾ ഈ സിമെൻറ്റിൻ്റെ അകത്തൊക്കെ ചവിട്ടുന്ന പോലെയാണ്. അത്രയും നൈസായിട്ടുള്ള മണലാണ്. നല്ല പരന്ന് വിശാലമായി കിടക്കുന്ന കടപ്പുറാണിത്. ഇടത്തുഭാഗത്ത് ദൂരെ ആ ഭാഗത്തെയോ കാണുന്നത് ഈ പുലിമുട്ട് പോലെ തിരമാലകൾ ശക്തി കുറയ്ക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. ഇവിടെ ചെറിയ ചെറിയ കക്കകളും കല്ലുകളും ഒക്കെ ബീച്ചിൽ നിറയെ ഉണ്ട്. നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഉള്ളത് ഈ പക്ഷിയാണ്. ഇതിന് സീകൾ എന്നാണ് പറയുക. നമ്മളെ കടൽക്കാക്കകളില്ലേ, അതുപോലെ ഇവിടെ കൂടുതലായി കാണുന്നൊരു പക്ഷിയാണ് സീഗൾസ്. കടപ്പുറത്ത് മാത്രമൊന്നുമല്ല കേട്ടോ, ലണ്ടനിലും സിറ്റി ഏരിയകളിലും ഒക്കെ ഇപ്പോൾ ഇതിനെ കാണുന്നുണ്ട്. ഞാൻ കാല് വെക്കുന്നതിനനുസരിച്ച് ഈ കക്കകൾ ഇങ്ങനെ താഴ്ന്നു പോവുക. ഭയങ്കര രസമാണ്. കാലിന് ഇക്കിളിയാകുന്ന പോലെയാണ് ഈ മണലിൽ ചവിട്ടുമ്പോൾ. നാട്ടിൽ പോയി വന്നതിന് ശേഷം ഒരു ബീച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് ബീച്ചിൽ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്ത് രസമാണ് അറിയോ, ഇവിടെ ചെറിയ ചെറിയ തിരമാലകളാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിലപ്പം പെട്ടെന്ന് തിരമാല വരുന്നു. നല്ല തണുപ്പാണ് വെള്ളത്തിന്. പുറത്ത് ഓൾറെഡി നല്ല തണുപ്പാണ്, കാറ്റുള്ളതുകൊണ്ട്. പക്ഷേ ഈ വെള്ളം ഉണ്ടല്ലോ, ഐസ് വെള്ളമാണ്. ഞങ്ങൾ ആ ട്രൗസറും കുപ്പായൊക്കെ ഇട്ട് വെള്ളത്തിൽ കളിക്കാമെന്നൊക്കെയുള്ള പ്ലാനിലാണ് വന്നത്. പക്ഷേ ഈ വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പനി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഉപ്പുവെള്ളമായതുകൊണ്ട് കണ്ണ് നന്നായിട്ട് എരിയും. ഈ കടപ്പുറം കാണുമ്പോൾ എനിക്ക് കോഴിക്കോട് ബീച്ചൊക്കെ ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ച് ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ കാലെടുത്ത് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയും ജനങ്ങളായിരിക്കും. ഇവിടെയൊക്കെ വിരലിലെണ്ണാവുന്ന ആളുകളെ കടൽ കാണാൻ വന്നിട്ടുള്ളൂ. ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കടലിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ആഴം വളരെ കുറവായതുകൊണ്ട് കടലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിലേക്ക് വന്നാൽ ഇവിടെ ചെറിയ കുട്ടികൾ മണൽ വെച്ചിട്ട് കൊട്ടാരം ഉണ്ടാക്കുക, ബക്കറ്റിൽ മണൽ വെച്ചിട്ട് ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കുക. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ മണലൊക്കെ നന്നായിട്ട് നനഞ്ഞാണ് കാണുന്നത്. മുമ്പെപ്പോഴോ തിരമാല വന്നതാണോ അതോ മഴ പെയ്തതാണോ എന്നറിയില്ല. എന്തായാലും നല്ല നനഞ്ഞു കൂർന്ന് കിടക്കുന്നുണ്ട്. ദൂരെയായിട്ട് ഒരു കുടുംബം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ പക്ഷികൾ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അവരെ കൂട്ടത്തിലുള്ളൊരു കുട്ടി, ആള് ബുദ്ധിമാനാട്ടോ, ഭക്ഷണം എടുത്ത് മുന്നിൽ ഓടുക. അപ്പോൾ ആ കാക്കകളൊക്കെ അവൻ്റെ കൂടെ പോവുമല്ലോ. ഞാൻ വിചാരിച്ച ആ കാക്കനോട് ആ ചെക്കന് കൊത്തു കിട്ടിയെന്നാണ്. പക്ഷേ ശ്രമം പരാജയപ്പെട്ടു. ആ കിളികളൊക്കെ തിരിച്ച് അവരെ ശല്യപ്പെടുത്താൻ വേണ്ടി പോയി. ഇതാണ് കാമ്പർ സാൻഡ്സ് ബീച്ചിലെ ലൈഫ് ഗാർഡ് പോസ്റ്റ്. ഇവിടെ നോക്കിയാൽ കാണാം അവർക്ക് പെട്ടെന്ന് ബീച്ചിലേക്ക് എത്തിച്ചേരാനുള്ള വാഹനം, അതുപോലെ ബീച്ച് മുഴുവനായിട്ട് ഇവിടെ നിന്ന് കാണാനുള്ള ലൈഫ് ഗാർഡിൻ്റെ ഒരു പോസ്റ്റ്. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്
ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവരെ കണ്ടാൽ തന്നെ അറിയാം, നല്ല മസിൽമാന്മാരാണ്. ഈ ബീച്ചിൻ്റെ ഒരു ഭാഗം കടലും ഇപ്പുറത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ സാൻഡ് ഡൂൺസ് ആണ്. അതായത് ഈ ചെറിയ മണൽത്തിട്ടകൾ. നമുക്ക് ബീച്ചാണോ മരുഭൂമിയാണോ എന്ന് അറിയാത്ത രീതിയിലാണ് ഇവിടെ മണലുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ മണൽക്കൂനകൾ കണ്ടപ്പോൾ ഒരു കൗതുകം, ഈ ആടുജീവിതത്തിലൊക്കെ ഉള്ള പോലെ ഒന്ന് ഓടിക്കയറാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ഹൈറ്റിലാണിത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു 1-2 ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗം ഒന്നായിട്ട് ആ വില്ലേജാണ്, ക്യാമ്പർ സാൻഡ്സിലുള്ള വില്ലേജ്. അവിടുത്തെ വീടുകളും കടകളും ഒക്കെ. നേരെ എതിർഭാഗത്തായിട്ട് നോക്കത്താ ദൂരത്തേക്ക് കടലും കാണാം നമുക്ക്. ഇത് അത്യാവശ്യം വലിയൊരു ബീച്ചാണ്. ഞങ്ങളിതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഈ തീരത്തൂടെ മുന്നോട്ട് ഒരുപാട് നടക്കാൻ പറ്റും. പക്ഷേ നല്ല കാറ്റും തണുപ്പും ആയതുകൊണ്ട് അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഈ ബീച്ച് ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായ സ്ഥലമാണ്. 1958 ഡങ്കിർക്ക് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, വേൾഡ് വാർ കാണിക്കുന്നത്. അതേപോലെ 1962 ദ ലോങ്ങസ്റ്റ് ഡേ എന്ന് പറയുന്ന സിനിമ, ഒരുപാട് TV ഷോകൾ, അതിലൊക്കെ ഈ ബീച്ചിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതുവഴി നടക്കുമ്പോൾ സൂക്ഷിക്കണം. കാണുമ്പം മണൽത്തിട്ടകളാണെങ്കിലും ചവിട്ടുന്ന സമയത്ത് താന്നു പോകുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി മുന്നോട്ട് പോവുകയാണ്. ബീച്ചിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വളരെയധികം വിജനമായ ചില ഊടുവഴികൾ കാണാൻ പറ്റും. ഈ കടലുകളുള്ള സൈഡിൽ കാണുന്ന പ്രത്യേകതരം ചെടികളും കുറ്റിച്ചെടികൾ, പുല്ല്, അതൊക്കെയാണ് ഇവിടുത്തെ പ്രകൃതി. നമ്മൾ ഈ വഴി കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് ഇടത്ത് ഭാഗത്തായിട്ട് നമുക്ക് റോഡ് കാണാൻ പറ്റും. ഞാനിപ്പോൾ നടക്കുന്ന ഈ വഴിയുടെ വലത്തുഭാഗത്തായിട്ട് ചെറിയൊരു പുൽമൈതാനാണ്. അവിടെ ആളുകൾക്ക് വന്നിരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ റോഡിലേക്കാണ് എത്തുന്നത്. ഇവിടെ ഇതാ ഇംഗ്ലണ്ടിൻ്റെ കൊടി പാറി പറക്കുന്ന. നമ്മളെ നാട്ടിലൊന്നും നമ്മളിങ്ങനെ ഇന്ത്യേൻ്റെ ഫ്ലാഗ് വീടുകളുടെ മുന്നിലൊന്നും വെറുതെ കാണില്ല. ആഗസ്റ്റ് 15-നൊക്കെ കാണും. ഇവിടെ എല്ലാം നല്ല വില കൂടിയ കാറുകളാണ് കേട്ടോ കൂടുതലുള്ളത്. ഒന്നെങ്കിൽ വില കൂടിയ കാറുകൾ, അല്ലെങ്കിൽ വളരെ പഴയ കാറുകൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ. നമ്മൾ ആ റായ് ടൗണിലൊക്കെ വിട്ട് ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ഒരു നില വീടുകളായി മാറിക്കഴിഞ്ഞു. വീടുകൾക്ക് മുന്നിലായിട്ട് ബിന്നുകൾ വെച്ചിട്ടുണ്ട്. അതിൽ ലണ്ടനിലൊക്കെ ഉള്ള പോലെ തന്നെ റീസൈക്കിൾ ബിന്ന്, ജനറൽ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, അതിൻ്റെയൊക്കെ ബിന്നുകൾ. ഈ വീടൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകളിലും, അതായത് പഴയ സിനിമകളിലെ, അതിലൊക്കെയാണ് കൂടുതലും ഇങ്ങനത്തെ വീടുകൾ കാണുന്നത്. റോഡിൻ്റെ 2 ഭാഗത്തായിട്ടും വീടുകളാണ്. അതും ഓരോ വീടിനും സ്വന്തമായിട്ട് മുറ്റവും ചെറിയൊരു ബാക്ക് യാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡിൻ്റെ ഈ ഭാഗത്താണ് പോർച്ചില്ലാത്ത ആളുകൾ അവരെ വാഹനം പാർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ വീടൊക്കെ ഉണ്ടോ, എന്ത് രസമാണ് കാണാൻ. മുന്നിൽ ഇത്രയും വലിയൊരു ലോണുണ്ട് അവർക്ക്. വീട്ടിലേക്ക് സ്വന്തമായിട്ട് ഇത് റോഡ്, അവിടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. 2 വീടുകൾ തമ്മിൽ ഇതേപോലെ ഗ്രിൽസോ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ പലക കഷ്ണങ്ങൾ വെച്ചിട്ടുള്ള ചെറിയൊരു വാളാണ് ഉണ്ടാവുക. മിക്കവാറും വീടിൻ്റെ മുന്നിലായിട്ട് പലതരം ചെടികളുണ്ട്. ഈ കാണുന്ന കുറ്റിച്ചെടികളൊക്കെ ബ്ലാക്ക്ബെറിയാണ്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ബ്ലാക്ക്ബെറി ഉണ്ടായി കിടക്കുന്നുണ്ട്. അതേപോലെ ഈ ലാവൻഡർ, നല്ല നീല പൂക്കള, വയലറ്റ് പൂക്കളൊക്കെ ഉള്ള ലാവൻഡർ ചെടികളും അവർ മുൻപിലായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇവിടെയായിട്ട് വലിയൊരു പാർക്കിംഗ് ലോട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഒരു ക്ലബ്ബാണെന്ന് തോന്നുന്നു. കാരണം ആകെ കുറച്ച് ആളുകളേ ഉള്ളൂ, അവർ കൂടുതലും ഈ പ്രദേശത്താണുള്ളത്. കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ബിയർ ഷോപ്പ്, കോഫി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കഫേ ആണ്. വൈകുന്നേരം ആയ സമയത്ത് ഫാമിലി ആയിട്ട് ആളുകൾ അത്യാവശ്യം മദ്യപിക്കാൻ വേണ്ടിയിട്ടും ഉണ്ടോ, ബാർ ഓപ്പൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ പെലിക്കൺ ഫിഷ് ബാർ, നമ്മളെ നാട്ടിലൊക്കെ മീൻ പൊരിച്ച് കഴിക്കൂലേ, അതുപോലെ ഇവിടെ മീനിനെടുത്തിട്ട് ബിയറിലൊക്കെ മുക്കിയിട്ട് ഒരു പ്രത്യേക ബാറ്റർ ഉണ്ട്, ഒരു മാവ്, അതിൽ മുക്കി എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കും. അതാണ് ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയും. ഫിഷും ചിപ്സ് എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ കൂടെ ഫ്രൈസില്ലേ, ഉരുളക്കിഴങ്ങിൻ്റെ മെക്ഡൊണാൾഡ്സിലൊക്കെ കിട്ടുന്ന അതുപോലത്തെ ഒരു കട്ടിയുള്ള ഫ്രൈസും ഉണ്ടാവും. അതൊക്കെയാണ് ഈ നാട്ടുകാരുടെ ഭക്ഷണം.
നമ്മൾ വന്ന പോലത്തെ ഒരു ബസ് ഇതാ ഈ ടൈമിലും പോകുന്നുണ്ട്. ടൗണിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെയൊക്കെ ഇവർ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ റോഡും നമ്മൾ നടക്കുന്ന സൈഡ് വാക്കൊക്കെ സെറ്റ് ചെയ്തത്. കാരണം നോക്കിക്കഴിഞ്ഞാൽ താഴേക്കൂടെ വെള്ളം ഒഴുകി പോകാനുള്ള അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ഈ വയറുകൾ, ഫോണിൻ്റെ കേബിള്, അതെല്ലാം മണ്ണിനടിയിൽ കൂടെയാണ്. ഇപ്പോൾ ഈ കാണുന്ന ലൈനുകളൊക്കെ പോസ്റ്റ് വഴിയാണ് പോകുന്നതെങ്കിലും ആ പോസ്റ്റിലേക്ക് അത് എത്തുന്നത് കൂടുതലും മണ്ണിൻ്റെ അടിയിൽ കൂടെയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് അനന്തവും കൂടിയും കുറച്ച് നേരമായി നടക്കുന്നു. അപ്പോൾ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം വാങ്ങാൻ കരുതി ഇവിടുത്തെ ഒരു ഷോപ്പിലേക്ക് വന്നതാണ്. ഈ ഷോപ്പുകൾക്കൊക്കെ ഓഫ് ലൈസൻസ് ഷോപ്പ് എന്നാണ് UK പറയുന്നത്. അതായത് പ്രൈവറ്റ് ഷോപ്പുകളാണ്. നമ്മളെ നാട്ടിൽ ഈ മസാല പീടിയൊക്കെ അല്ലേ, അതുപോലെ തന്നെ ഇവിടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. ഭക്ഷണ സാധനങ്ങളായാലും ഗ്രോസറീസും എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഫ്രോസൺ ചിൽഡ് ഐറ്റംസാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ബ്രെഡും പൊറോട്ട, ഫ്രോസൺ ഫുഡുകൾ, വെള്ളം തന്നെ പല ടൈപ്പ്, ഇതൊക്കെ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ സെക്ഷനാണ്. ക്യാൻ ആണെങ്കിൽ ക്യാനുള്ളതുണ്ട്. അതുപോലെ വലിയ കേസ് ഒന്നിച്ചെടുക്കാൻ പറ്റും. ഈ കാണുന്നതാണ് സ്പാർക്ലിംഗ് വാട്ടർ. പേര് സ്പാർക്ലിംഗ് ആണെങ്കിലും നമ്മളെ നാട്ടിലെ സോഡയാണ്. അത് സാധാ വെള്ളത്തിനെ കാർബണേറ്റ് ചെയ്തത്. ഞങ്ങളൊരു സ്റ്റിൽ വാട്ടറാണ് എടുത്ത്. സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള മിനറൽ വാട്ടർ ഇല്ലേ, തണുത്തെ സോഡ അല്ലാത്ത, അതാണ് ഇവിടെ സ്റ്റിൽ വാട്ടർ. എൻ്റെ അമ്മോ, ഈ ഷെൽഫ് നിറയെ ബിയറുകളാണ്. നാട്ടിലൊക്കെ പല ബിയർ ബോട്ടിലുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ വെറൈറ്റിയാണ്. സ്റ്റെല്ല ആർട്ടോയ്സ്, നമ്മളെ കൊറോണ വൈറസ് ഇല്ലേ, ആ പേരിലൊന്നുണ്ട്, കൊറോണ എക്സ്ട്രാ, മൊറേറ്റി, പിന്നെ ഏതാ എസ്ട്രില്ല, അങ്ങനെ ഒരുപാട് തരം ബിയറുകൾ ഇവിടെ കിട്ടും. ഞങ്ങൾ വെള്ളം വാങ്ങി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഈ വീടിൻ്റെ മുറ്റത്തൊരു മരത്തിൽ നിറയെ ആപ്പിൾ കായ്ച്ച് കിടക്കുന്നുണ്ട്. ഞങ്ങൾക്കിനി തിരിച്ചു പോകാനുള്ള ബസ് വരണമെങ്കിൽ ഏകദേശം 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ കുറച്ചുകൂടിയും ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് കരുതി അവിടെ കണ്ട മറ്റൊരു റോഡിന് മുന്നോട്ട് നടക്കുകയാണ്. ഓരോ റോഡിൽ പോകുന്ന സമയത്തും വിവിധ തരം വീടുകളാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല ഇതൊന്നും, കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. അതായത് പല വീടുകൾ ഒന്നിച്ച് ഒട്ടിച്ച പോലത്തെ വീടുകൾ, ഒറ്റയ്ക്കുള്ളത്. എല്ലാ വീടിനും 1ഉം 2ഉം കാറുകളും ഉണ്ട്. ഈ വീടുകൾ മുൻപിലൂടെയാണ് വെച്ചതെങ്കിലും അവർക്ക് ബാക്കോട്ട് ഒരുപാട് ലാൻഡ് ഉണ്ട്. കൂടുതലും ഫാമാണ്. ചെമ്മരിയാടും മുയലും അങ്ങനത്തെ ഒരുപാട് ജീവികൾ ആ ഫാമിലൊക്കെ ഉണ്ട്. നാട്ടിലെ മൃഗശാലയിലും അതുപോലത്തെ പാർക്കിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ വേലികൾ ഇത്ര ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ച ലോണും വീടും ഒക്കെ കാണുന്നത്. ഇവിടെ ഇതൊക്കെ ഒരു സാധാ കാഴ്ചയാണ്. നമ്മൾ ഈ നടന്ന് പോകുന്നത് മുൻപിൽ നല്ല വെളിച്ചവും പച്ചപ്പവും കാണുന്നതുകൊണ്ടാണ്. മിക്കവാറും ഇത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡായിരിക്കാനാണ് സാധ്യത. എന്തായാലും ഇവിടം വരെ നടന്നു വന്നത് നഷ്ടമായില്ല. എന്തൊരു ഭംഗി ഈ സ്ഥലം കാണാൻ. ഞാൻ ഈ സിനിമയിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളൂ. നോക്കത്താ ദൂരത്ത് പച്ചപ്പും ചെമ്മരിയാടുകളും ഈ ആടിനൊക്കെ വെള്ളം കുടിക്കാനുള്ള ട്രഫുകളും, അതായത് ചെറിയ ടൈപ്പ് പാത്രങ്ങളാണ്. ഇത്ര ദൂരം നമ്മൾ നടന്നു വന്നിട്ടുണ്ടെങ്കിലും ഒരൊറ്റ മനുഷ്യരെ പോലും കണ്ടിട്ടില്ല. സൂക്ഷിച്ച് നോക്കിയാൽ ചില വീടിൻ്റെ ഉള്ളിലായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ ഈ വൈകുന്നേരം പുറത്തൊക്കെ ഇറങ്ങി നടക്കും. ചായ കുടിക്കാൻ പോകുന്നവരും സാധനം വാങ്ങാൻ പോകുന്നവരും. ഇവിടെയൊക്കെ ഒരു ഒറ്റപ്പെട്ട ജീവിതം പോലെയാണ്. അവരവർ സ്വന്തം വീടുകളിൽ നിൽക്കുക, എങ്ങോട്ടേയും പോകണമെങ്കിൽ വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങുക. സമയം ഇപ്പോൾ വൈകുന്നേരം 7 മണി ആയിട്ടുണ്ട്. നാട്ടിൽ നമുക്കൊരു 6-6:30 ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇരുടായി വരും. ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഒരു 8 മണി 9 മണി വരെ നല്ല വെളിച്ചമുണ്ടാവും പുറത്ത്. സൂര്യൻ അസ്തമിക്കണമെങ്കിൽ തന്നെ രാത്രി ഒരു 9 മണിയാവും. അതുകൊണ്ട് നമുക്ക് പകൽ സമയം ഒരുപാട് കിട്ടും. ഇതാണ് ഇവിടുത്തെ ഒരു ചെമ്മരിയാടിൻ്റെയും മുയലിൻ്റെയും ഫാം. നമ്മൾ കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഈ മുയലുകൾക്കൊന്നും ഒരു പേടിയില്ല. നല്ല രസമായി ഈ മുയലിങ്ങനെ ഓടിക്കളിക്കുന്ന കാണാൻ. ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് ബസ്.
കേമ്പർസാൻഡിൽ നിന്ന് റായ് സ്റ്റേഷനിലേക്കുള്ള. അത് 7:10 ബസ്സാണ്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാന്ന് തോന്നുന്നു അടുത്ത ബസ്. ചിലപ്പോൾ ടാക്സി സർവീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല. 7 മണീൻ്റെ ബസ്സിനാണ് തിരിച്ചു പോവുക. ഇവിടുന്ന് ഇനി ഏകദേശം മൊത്തത്തിലൊരു 2 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് വീണ്ടും ലണ്ടനിലെത്താൻ പറ്റും. ഈ ബസ്സിൽ ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എനിക്കും അനന്തുവിനോടും ചേർത്ത് 6 പൗണ്ടിന് 2 ടിക്കറ്റ് എടുത്ത്. നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെയാണ്, ബസ്സിലൊന്നും ആരെയും കാണുന്നില്ല. മെയിൻ റോഡിനോട് ചേർന്ന് ഈ കാണുന്ന പറമ്പിൻ്റെ ഇടയിലൂടെ ഒരു ടാറിട്ട റോഡുണ്ട്. അത് സൈക്കിൾ പാത്താണ്. സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും സൈക്കിൾ ചവിട്ടിയാണ് ഈ വഴി പോവുക. അത്ര രസമാണ് കാണാൻ. ഈ ചെറിയ തടാകത്തിൻ്റെ സൈഡിൽ കൂടെ വൈകുന്നേരം സൈക്കിളൊക്കെ ചവിട്ടി കഥയൊക്കെ പറഞ്ഞു പോകാൻ എന്ത് രസമായിരിക്കും. നല്ല വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഈ പ്രദേശമൊക്കെ ഒന്നായിട്ട് മഞ്ഞ് മൂടും. നമ്മൾ പോയ കടപ്പുറത്തുള്ള മണൽത്തിട്ടകളൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ഈ യാത്രയുടെ ഇടയിൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ ലണ്ടൻ ലൈഫ് എന്ന ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇതുപോലെ ഞാൻ പോകുന്ന യാത്രകളും ലണ്ടനിലെ എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. നിങ്ങളെയൊക്കെ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എനിക്കുള്ള വലിയൊരു സപ്പോർട്ട്. നമ്മളങ്ങനെ ബസ് യാത്ര കഴിഞ്ഞ് വീണ്ടും റായ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിലേക്കാണ് ഇനി പോകേണ്ടത്. നമുക്ക് തിരിച്ചു പോകുന്ന ട്രെയിന് ആ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് വഴി നമുക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. ഇവിടെ നിന്ന് നോക്കിയാൽ ആ റായ് ടൗണിൻ്റെ വലിയൊരു ഭാഗവും അതുപോലെ ഈ സ്റ്റേഷനും മുഴുവനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മളറിയാതെ തന്നെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഞങ്ങൾ മൊത്തത്തിൽ നടന്നു. റായ് ആൻഷ്യൻ്റ് ടൗൺ, അത്രയും പഴയ ടൗണാണിത്. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും നമുക്കുള്ള ട്രെയിന് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ സമയം 7:27 മെല്ലെ മെല്ലെ ആകാശം കറുത്തിരുണ്ട് വരുന്നുണ്ട്. ഇവിടുത്തെ വെയിറ്റിംഗ് സ്റ്റേഷനൊക്കെ കണ്ടോ, മുഴുവൻ മരം കൊണ്ടാണ്. വളരെ പഴയൊരു സ്റ്റേഷനാണിത്. ഇവിടുന്ന് ഇനി ട്രെയിനിൽ കയറി വീണ്ടും ആഷ്ഫോർഡ് ഇൻ്റർനാഷണൽ സ്റ്റേഷനിലേക്ക് പോകണം. അവിടുന്ന് അടുത്ത ട്രെയിനിൽ സ്ട്രാറ്റ്ഫോർഡ് ഇൻ്റർനാഷണൽ. നമ്മൾ വന്ന അതേ റൂട്ടിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ നല്ലൊരു ടേബിളും ഇരിക്കാൻ നല്ലൊരു സ്പേസും കിട്ടിയിട്ടുണ്ട്. ഈ ട്രെയിനിലും തിരിച്ചു പോകുന്ന ആളുകളൊക്കെ സൈക്കിളുമായിട്ടാണ് കയറുന്നത്. നമുക്ക് ട്രെയിനിലെ ബാത്റൂം ഒന്ന് കാണാം. ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് ഫ്ലൈറ്റിലെ ബാത്റൂം പോലെയാണ്. ചെറിയൊരു സിങ്ക്, ഒരു യൂറോപ്യൻ ടോയ്ലറ്റ്, കൈ തുടയ്ക്കാൻ ടിഷ്യൂ, അതുപോലെ തന്നെ ഹാൻഡ് ഡ്രയർ ഉണ്ട്. നല്ല വൃത്തിയിലാണ് ഇവരിതൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. This is Ashford International, our final destination. Thank you for travelling with Sun. Please remember to take all your belongings with you when you leave the train. And please do not leave much. ആഷ്ഫോർഡ് ഇൻ്റർനാഷണൽ എത്തിയ സമയത്ത് തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് സ്ട്രാറ്റ്ഫോർഡിലേക്കുള്ള ട്രെയിൻ കിട്ടി. അതുകൊണ്ട് അധികം നടക്കേണ്ടി വന്നിട്ടില്ല. മറ്റേ ട്രെയിനെ കമ്പയർ ചെയ്തിട്ട് ഇതിൽ അത്യാവശ്യം യാത്രക്കാരൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലം നോക്കി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ 2 ഒഴിഞ്ഞ സീറ്റും ടേബിളും ഒക്കെ കാണുന്നുണ്ട്. ഈ ട്രെയിനിനകത്ത് ആളുകൾ അവരെ വളർത്തുനായ്ക്കള, അതുപോലെ സൈക്കിള്, ലഗേജ് എല്ലാം കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ട്രെയിൻ അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ തിരിച്ച് സ്ട്രാറ്റ്ഫോർഡ് ഇൻ്റർനാഷണൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകണം. ഇതാണ് സ്റ്റേഷൻ്റെ പുറം ഭാഗം. ഇവിടുന്നാണ് ഇനി ബസ് പിടിക്കേണ്ടത്. ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ഞാനും അനന്തവും കൂടിയും ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടക്കുകയാണ്. ഇതാണ് നമുക്കുള്ള ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൻ്റെ നമ്പർ E എന്നാണ്. ഇവിടുന്ന് ചിങ്ഫോർഡ് സ്റ്റേഷനിലേക്കുള്ള ബസ്സുണ്ട്.
ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലീ ബ്രിഡ്ജ് റോഡ് പോയി ഇറങ്ങാൻ പറ്റും. ട്രെയിനിലൊക്കെ ഉള്ള പോലെ തന്നെ നമ്മൾ ആദ്യം ബസ് കയറി കഴിഞ്ഞാൽ ഇവിടെ ഫോൺ ടാപ്പ് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കണം. ഇവിടെ പിന്നെ ഫിസിക്കൽ ടിക്കറ്റ് കയ്യിൽ കിട്ടില്ല, പേപ്പറായിട്ട് ഫോണിൽ പൈസ കട്ടായത് കാണിക്കും. ഞങ്ങൾ ബസ്സിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോയിട്ടുണ്ട്. മുകളിലെത്തിയപ്പോഴാണ് അനന്തു ഒരു കാര്യം പറയുന്നത്, രണ്ടാമതൊരു ബസ്സിലൂടെയും കയറണം, ഈ ബസ് നേരിട്ട് അങ്ങോട്ട് പോകില്ല എന്ന്. വീഡിയോ ഒരുപാട് എടുത്തുകൊണ്ട് എൻ്റെ ഫോണിലാണ് ഏകദേശം 2% ചാർജേ ഉള്ളൂ. സമയം ഇപ്പോൾ 9 മണിയായി രാത്രി. എന്തോ ഭാഗ്യം കൊണ്ട് ഫോൺ ഓഫായില്ല. ഞങ്ങൾ രണ്ടാമത്തെ ബസ്സിലും കയറി തിരിച്ച് ലീ ബ്രിഡ്ജ് റോഡ് തന്നെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ ആംബർസാൻഡ് യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വ്യത്യസ്തമായ ലണ്ടനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും.